നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ പല ടെലഗ്രാം ചാനലുകളിൽ, വാട്സപ്പ് ചാനലുകളിൽ, അതുപോലെ ഫേസ്ബുക്കിലടക്കം പലരും സംശയത്തോട് ചോദിക്കുന്നതാണ്, ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണോ, ഇതെന്താ സംഭവം, ഇതിൽ മാർക്കെന്ന് കാണിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഒരുപാട് ലിസ്റ്റുകളൊക്കെ കിട്ടുന്നത്, ഈ ലിസ്റ്റിലൊക്കെ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ, എന്താണ് ഇങ്ങനെ കാണിക്കാൻ കാരണം എന്നൊക്കെ പലരും പല ചാനലുകളിലൊക്കെ ആയിട്ട്, അതായത് ടെലഗ്രാം ചാനലുകളായിട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കുറച്ച് മാസങ്ങളായിട്ട് PSC നമ്മുടെ പ്രൊഫൈലിൽ തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ എക്സാമിനേഷൻ മാർക്ക്, നമ്മൾ ഓരോ എക്സാമുകൾ എഴുതുന്ന സമയത്തും, പ്രിലിമിനറി ആയിക്കോട്ടെ മെയിൻ പരീക്ഷകളായിക്കോട്ടെ, അതിൻ്റെ മാർക്കുകളും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ PDF കാര്യങ്ങളോ അതിൻ്റെ ലിസ്റ്റ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പ്രൊഫൈലിനകത്ത് കയറിയാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നൊരു ലിസ്റ്റ് വന്നാൽ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ആദ്യം കാണുന്ന ഈ ഷോർട്ട് ലിസ്റ്റ് എന്ന് കാണുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ആ ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ആദ്യം തന്നെ. അതോടൊപ്പം ഈ പ്ലസ് എന്ന് കാണുന്ന ഒരു ചിഹ്നം, ഈ ഒരു ചിഹ്നം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ എലിജിബിലിറ്റി ലിസ്റ്റിൽ, അതായത് പ്രിലിമിനറി ആണ് എങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ കൺഗ്രാജുലേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നതാണ്. അതോടൊപ്പം അടുത്തത് റാങ്ക് ലിസ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിൻ്റെ മെയിൻ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ലിസ്റ്റിൽ ഉൾപ്പെടുകയാണെങ്കിൽ, അതോടൊപ്പം നിങ്ങളെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതുപോലെ ഫിസിക്കൽ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ, ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് ഇതുപോലെ വരുന്നതാണ്. കാറ്റഗറി നമ്പർ ഉൾപ്പെടെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. അടുത്ത ഭാഗത്ത് കാണുന്ന എക്സാമിനേഷൻ മാർക്ക് എന്ന ഭാഗത്ത് നിങ്ങൾ തൊടുകയാണെങ്കിൽ, നിങ്ങൾ എഴുതുന്ന മുഴുവൻ പരീക്ഷകളുടെയും, അത് ഉറപ്പായിട്ടില്ല, അതിനിടയ്ക്ക് ഒരു ഓർഡർ വന്നിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ മാർക്ക് മാത്രമേ പുറത്തു വിടൂ നോക്കി, അതിൻ്റെ ആധികാരികമായിട്ട് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് പ്രിലിമിനറി ഒക്കെ ആണെങ്കിൽ ഏകദേശം എഴുതിയ മുഴുവൻ പോസ്റ്റിൻ്റെ, ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ മുഴുവൻ പോസ്റ്റിൻ്റെ മാർക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഫാം വർക്കറിൽ അതിൻ്റെ കട്ട് ഓഫ് 40 മാർക്കാണ്. അങ്ങനെയല്ല, ക്ഷമിക്കണം, അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണ് ഈ 40 എന്ന് കാണിക്കുന്നത്. അതിൻ്റെ കട്ട് ഓഫ് 40-ന് മുകളിലാണ്, 48 അങ്ങനെ എന്തോ വന്നിട്ടുള്ളത്. LGSൻ്റെ 55 മാർക്കായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് അവിടെ കാണിക്കും. ഓരോ പോസ്റ്റിലേക്ക് നോർമലൈസേഷനൊക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഓരോ പോസ്റ്റിലും നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഞങ്ങൾ അഡ്വൈസ് നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ അഡ്വൈസ് മെമ്മോ എന്ന ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മെയിനായിട്ട് നമ്മൾക്ക് ലഭിച്ച മാർക്ക്, ഓരോ എക്സാമിനും നമുക്ക് ലഭിച്ച മാർക്ക് ഇവിടെ അറിയാൻ വേണ്ടി സാധിക്കും. അത് ഈ പ്ലസ് എന്നുള്ള ബട്ടൺ തൊടുകയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിലോ മെയിൻ റാങ്ക് ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ PSC പ്രൊഫൈലിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോട്ടിഫിക്കേഷൻ അങ്ങനെ കാണുന്ന ഭാഗത്തൊക്കെ ഒരു ചതുരത്തിൽ കാണാറില്ലേ, അതിൽ റിസൾട്ട് എന്നുള്ളൊരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് എടുത്ത ശേഷം അതിൽ നമ്മളെ മൊബൈലിനകത്ത് ഒരു OTP വരുന്നതാണ്. സെൻഡ് OTP എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു OTP വരും. അതായത് നമ്മൾ ഈ റിസൾട്ട് നമുക്ക് മാത്രമേ, നമ്മുടെ അനുവാദത്തോടു കൂടി മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ നമ്മൾ ആ OTP കൊടുത്തിട്ട് നമ്മൾ തന്നെയാണ് ഈ റിസൾട്ട് കാണുന്നത് എന്നുള്ളൊരു ഡിക്ലറേഷൻ കൂടി ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു പേജ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.